ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 2 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പതാകകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾക്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. ദേശീയ പതാക. ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. നമ്മുടെ ദേശീയ പതാക അറിയപ്പെടുന്നത് ത്രിവർണ്ണ പതാക എന്നാണല്ലോ. ദേശീയ പതാകയിലെ 3 നിറങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തിനെയൊക്കെയാണ്? മുകളിലായി കാണുന്ന കുങ്കുമ നിറം ധീരത, ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്നു. നടുക്ക് കാണുന്ന വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. താഴെ കാണുന്ന പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. മുമ്പൊരു പരീക്ഷയ്ക്ക് ഇത് തിരിച്ചു ചോദിച്ചു. ഇന്ത്യൻ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്രയെന്ന്. അപ്പോൾ ശരി ഉത്തരം 2:3 ആയിരിക്കും. ഇന്ത്യൻ ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം 15:10 സെൻറ്റിമീറ്ററാണ്. എന്നാൽ ഏറ്റവും വലിയ അനുപാതം 6.3:4.2 മീറ്ററാണ്. അതായത് ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ വലിപ്പം എന്ന് പറയുന്നത് 6.3 മീറ്റർ നീളവും 4.2 മീറ്റർ വീതിയുമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തായി കാണുന്ന അശോകചക്രത്തിൻ്റെ നിറം എന്താണ്? അത് നാവിക നീല നിറമാണ്. അതായത് നേവി ബ്ലൂ ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തായി കാണുന്ന അശോകചക്രത്തിൻ്റെ നിറം. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തായി കാണപ്പെടുന്ന അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 24 അപ്പോൾ അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തായി കാണുന്ന അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നുമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യത്തായി കാണപ്പെടുന്ന അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്നുമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആന്ധ്രാപ്രദേശിലെ മസൂജി പട്ടണം സ്വദേശിയായ പിംഗലി വെങ്കയ്യയാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലെ മസൂജി പട്ടണം സ്വദേശിയാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണെന്ന്. നമുക്കെല്ലാം അറിയാം, മാഡം ഭിക്കാജി ഗാമയാണ്. എന്നാൽ ഇത് എവിടെ വെച്ചാണ് ഉയർത്തിയതെന്ന് നിങ്ങൾക്കറിയുമോ? 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിൽ വെച്ചാണ് മാഡം ഭിക്കാജി ഗാമ ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഖാദിയാണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല കർണാടകയിലെ ഹൂബ്ലിയിലുള്ള ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹൂബ്ലിയിലാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി
പതാക ഉയർത്തുന്നത് ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26-നാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്ന് നിങ്ങളൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടാകും. എന്നാൽ എന്താണ് ഈ ഫ്ലാഗ് കോഡെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ രാജ്യത്ത് ദേശീയ പതാകയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്ന നിയമങ്ങളാണ് ഫ്ലാഗ് കോഡ്. 2002 ജനുവരി 26-ന് നിലവിൽ വന്ന ഫ്ലാഗ് കോഡ് സെക്ഷൻ 2 പ്രകാരം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ദിവസവും ദേശീയ പതാക ഉയർത്താൻ അനുവാദമുണ്ട്. വർഗീയ കാര്യസാധ്യത്തിനോ വസ്ത്രമായോ കർട്ടനായോ ദേശീയ പതാകയെ ഉപയോഗിക്കാൻ പാടില്ല. സൂര്യോദയം മുതൽ അസ്തമനം വരെ മാത്രമേ ദേശീയ പതാക ഉയർത്തിക്കെട്ടാൻ പാടുള്ളൂ. ദേശീയ പതാകയുടെ മുകളിൽ പൂക്കളോ മാലകളോ മുദ്രകളോ ഒന്നും സ്ഥാപിക്കാൻ പാടില്ല. നമ്മുടെ ദേശീയ പതാകയെ അപമാനിക്കുന്നത് കുറ്റകരമാണ്. അടുത്തതായി നമ്മുടെ ദേശീയ പതാകയുടെ മുൻകാല രൂപങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 1907-ൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പതാക ഇന്നത്തെ രൂപത്തിൽ അല്ലായിരുന്നു. 1907-ലെ ദേശീയ പതാക ചുവപ്പ് പച്ച മഞ്ഞ നിറത്തിലുള്ള പതാക ആയിരുന്നു. അപ്പോൾ 1907-ലെ ചുവപ്പും പച്ചയും മഞ്ഞയും ചേർന്ന നിറത്തിലുള്ള പതാകയായിരുന്നു. എന്നാൽ 1917-ൽ ഇതിന് മാറ്റം വന്നു. ഇടതുമൂലയിൽ യൂണിയൻ ജാക്കും കൂടെ ചുവപ്പ് പച്ച വരകൾ ഇടവിട്ട് രേഖപ്പെടുത്തിയതുമായ പതാകയായിരുന്നു. ഈ യൂണിയൻ ജാക്ക് നമുക്കറിയാം, അത് ബ്രിട്ടൻ്റെ പതാകയാണ്. 1931-ൽ ഇതിന് വീണ്ടും മാറ്റം വന്നു. എന്താണ്? പച്ച വെള്ള കുങ്കുമം നിറത്തിൽ നടുക്ക് ചർക്കയോടുകൂടിയ പതാക. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നടുക്ക് എന്തായിരുന്നു? ചർക്ക എന്നായിരുന്നു ആ ഉത്തരം. അപ്പോൾ 1931-ൽ പച്ച വെള്ള കുങ്കുമം നിറത്തിൽ നടുക്ക് ചർക്കയായിരുന്നു. ഇനി നമുക്ക് മറ്റു ചില രാജ്യങ്ങളുടെ ദേശീയ പതാകകളെക്കുറിച്ച് കൂടി പഠിക്കാം. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാകയുള്ള രാജ്യം ഡെൻമാർക്കാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാകയുള്ള രാജ്യം ചോദിച്ചാൽ അത് ഡെൻമാർക്കാണ്. ജപ്പാൻ്റെ ദേശീയ പതാക എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൗര പതാക എന്നാണ് ജപ്പാൻ്റെ ദേശീയ പതാക അറിയപ്പെടുന്നത്. ബ്രിട്ടൻ്റെ ദേശീയ പതാക നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്ത്? യൂണിയൻ ജാക്കാണ്. ബ്രിട്ടൻ്റെ ദേശീയ പതാക യൂണിയൻ ജാക്ക്. ദേശീയ പതാകയിൽ രാജ്യത്തിൻ്റെ ഭൂപടമുള്ള രാജ്യം ഏതാണ്? സൈപ്രസ് ആണ്. ദേശീയ പതാകയിൽ രാജ്യത്തിൻ്റെ ഭൂപടമുള്ള രാജ്യം സൈപ്രസ് ആണ്. ദേശീയ പതാകയിൽ ഫുട്ബോളിൻ്റെ ചിത്രമുള്ള രാജ്യം അറിയാം, എന്താണ്? ബ്രസീലാണ്. ദേശീയ പതാകയിൽ ഫുട്ബോളിൻ്റെ ചിത്രമുള്ള രാജ്യം ബ്രസീലാണ്. ശ്രീലങ്കൻ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ഏത് മൃഗമാണെന്ന് ചോദിക്കാം. ഏതാണ്? സിംഹമാണ്. അപ്പോൾ ശ്രീലങ്കൻ പതാകയിൽ ആലേഖനം ചെയ്തിട്ടുള്ള മൃഗം ഏതാണ്? സിംഹമാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ സമാന വർണ്ണങ്ങളുള്ള ദേശീയ പതാകയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നൈജർ, ഐവറി കോസ്റ്റ്, ഇറ്റലി. അപ്പോൾ നൈജർ, ഐവറി കോസ്റ്റ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ ദേശീയ പതാകയ്ക്ക് ഇന്ത്യൻ ദേശീയ പതാകയുടെ പോലെ തന്നെ 3 നിറങ്ങൾ ആണ്, സമാന വർണ്ണങ്ങൾ. അതേ നിറങ്ങളാണ് നൈജർ, ഐവറി കോസ്റ്റ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ ദേശീയ പതാകയ്ക്ക് ഉള്ളത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി PSC നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുണ്ട്. അതിൽ പ്രാധാന്യം കൂടിയ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഉള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അതോടൊപ്പം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി കൊടുക്കുമെന്ന് ഒരുപാട് പേർ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടി ഒരു ടൈം ടേബിൾ തയ്യാറാക്കി ഈ ലൈഫ് ഈസ് PSC കോച്ചിങ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ തുടക്കക്കാർ എങ്ങനെ പഠിച്ചു തുടങ്ങണം, 100-നുള്ളിൽ റാങ്ക് നേടുന്നതിന് എങ്ങനെ പഠിക്കണം, റാങ്ക് ഫയലുകളിൽ നിന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് കളക്ട് ചെയ്യുന്ന രീതി തുടങ്ങിയവയുടെ വീഡിയോയും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കാണാവുന്നതാണ്. അതിനായി നിങ്ങൾ
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ഇടതുവശത്തായി ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ ഒരു എംബ്ലമുണ്ട്. ആ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിൽ പ്രവേശിക്കാവുന്നതും അതിലെ പ്ലേലിസ്റ്റിൽ ചെന്ന് വീഡിയോകൾ കാണാവുന്നതുമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.